السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ, ഞങ്ങളു ടോപ്പിക്ക് തഫ്സീർ ಐತಿಕ್ರು. ಈ ತಫ್ಸೀರ್ ಕ್ಲಾಸಲ್ಲಿ ಅಮ್ಮ ಜುಸ್ ಐತಿಕ್ರು ഞങ്ങൾ സെലക്ട് ആക്കിರೋ. ആ അമ്മ ജുസ്ഉല് സൂറത്തുൽ നബഅ പിടിച്ചിട്ട് സൂറത്തുൽ ഗാഷിയത്തുലുള്ളേ തഫ്സീർ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഇത്. ഇനി ഇണ്ട് ഞങ്ങൾ മനസ്സിലാക്കുക പോണ്ടോ, ഇണ്ട് ഞങ്ങൾ പഠിക്കുക പോണ്ടോ സൂറത്തുൽ ഫജ്റോ തഫ്സീർ ಐತಿಕ್ರು. സൂറത്തുൽ ഫജ്ർ മക്കിയായ സൂറത്ത് ಐತಿಕ್ರು. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോണ്ടേക്ക് മുന്നോലു അവതീർണായ സൂറത്ത് ಐತಿಕ್ರು സൂറത്തുൽ ഫജ്ർ. ഈ സൂറത്തുക്ക് സൂറത്തുൽ ഫജ്ർ എന്ന് പേര് പറയുള്ള കാരണം ಅದರ ഒന്നാമത്തെ ആയത്ത് വൽ ഫജ്ർ, കാലത്തെ പ്രഭാതത്തെ സത്യപിടിച്ചിട്ട് ഫജ്റിലെ ആ ഒരു ടൈമിൽ സത്യപിടിച്ചിട്ട് ഈ സൂറത്ത് സ്റ്റാർട്ട് ആവുന്ന സമയം ಇದಕ್ಕೆ സൂറത്തുൽ ഫജ്ർ ಅಂತ ಐತಿಕ್ರು പേര് വെച്ചിരും. ഇതിൽ 30 ആയത്ത് ಐತಿಕ್ರು ഈ സൂറത്തിലുള്ളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد. സൂറത്തുൽ ഫജ്റോ ഒന്നാമത്തെ ആയത്തിൽ പിടിച്ചിട്ട് 5 ആയത്ത് തോലു ಐತಿಕ್ರು ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിக்கிறோ. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്றோ വൽ ഫജ്ർ. ഫജ്ർ ಐತಿಕ್ರು സത്യ. ഫജ്റേ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിக்கிறே. ഫജ്ർ ചൊല്றது ഇപ്പോൾ ഞങ്ങളെ ಬೇರೆ ലാംഗ്വേജിലും ഞങ്ങൾ ചൊല്றது ಐತಿಕ್ರು ಅಂದ್ರೆ ഫജ്ർ, അതായത് ആ സുബൈത്തെ ടൈം, സൂര്യ ഉദിക്കരേക്ക് മുന്നത്തെ ആ ഒരു ചെറിയ ടൈം ಐತಿಕ್ರು ഫജ്ർ ചൊല്றേ. ആ ഒരു ടൈം, ആ ടൈമിലെ ಐತಿಕ್ರು അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിக்கிறേ. രണ്ടാമത്തെ ആയത്തിൽ വലയാലിൻ ആശർ. വലയാലിൻ, ലയാൽ, ലയാൽ ചെന്നെങ്കിൽ ജാമന, അതായത് ലൈലും ചൊല്றது സിംഗുലർ ഉർജാവും, ಅದರ ಪ್ಲೂರಲ್ ಐತಿಕ್ರು ಲಯಾಲ್, ಚೊಮ್ಮೆ ಜಾವು. അപ്പോൾ ചൊമ്മ ജാവ് എത്ര ജാവ്? അത് സ്പെഷ്യൽ അല്ലാഹു ചൊല്ற അഷർ, 10 ജാവ്. അപ്പോൾ 10 ജാവു അതിരെ എന്താക്കുന്നതാണ് സത്യ പിടിക്കുന്നത്. അപ്പോൾ 10 ജാവു ചൊന്നെങ്കിൽ അത് ഒരു നാളെ കണക്കാക്കിയിട്ട് ಐತಿಕ್ರು അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്றது ഉലമാക്കന്മാർ വിശദീകരിക്കുന്നത് കാണും. അതായത് 10 നാളുണ്ട് ಐತಿಕ್ರು അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമുക്ക് പഠിപ്പാടി തന്നെ 10 നാളെ സത്യ പിടിക്കൽ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കൽ വശഫഇ വൽ വത്ർ. വശഫഅ, ഷഫഅ, അഷ്ഫഅ ചൊന്നെങ്കിൽ എന്ത്? സമസംഖ്യ അല്ലെ, ഇംഗ്ലീഷിൽ ഈവൻ നമ്പർ ചൊല്ற. അതായത് 2, 4, 6, 8, 10 ഇങ്ങനെ പണ്ടത് ಐತಿಕ್ರು അറബിൽ ഷഫഅ ചൊല്றേ, ഇംഗ്ലീഷിൽ ഈവൻ നമ്പർ, അതേപോലെ കന്നഡത്തിൽ സമസംഖ്യ എന്നുള്ള ചൊല്றார். അതേപോലെ വൽ വത്ർ, വത്ർ ചൊന്നെങ്കിൽ ബെസസംഖ്യ അല്ലെ, ഇംഗ്ലീഷിൽ ഓഡ് നമ്പർ എന്ന് ചൊല്ற. അതായത് 1, 3, 5, 7 ഒലിമ്പു ഇങ്ങനെയുള്ള സംഖ്യകളെല്ലാം എന്ത്? അത് ഓഡ് നമ്പർ ಐತಿಕ್ರು. അപ്പം അത് അറബിൽ വത്റുണ്ടും ചൊല്ലു, വിത്റുണ്ടും ചൊല്ലു, രണ്ട് രൂപത്തിലും അറബിൽ ചൊല്றாറ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വത്റുണ്ട് ಐತಿಕ್ರು യൂസ് ആക്കിರೋ. അപ്പോൾ വശഫഇ വൽ വത്ർ, സമസംഖ്യരും ബെസസംഖ്യരും സത്യ പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്றേ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാലാമത്തെ ആയത്തിൽ സത്യ പിടിக்கிறേ വല്ലൈലി ഇദാ യസ്ർ. വല്ലൈലി അല്ലേ, ജാവു, ആ ജാവു ഇദാ യസ്ർ,
അത് നടക്കുമ്പോൾ അല്ലെങ്കിൽ അത് എതിർ പോകുമ്പോൾ അതിനെ നാണ് എന്താക്കിற സത്യ പിടിക്കിற. അതായത് ജാമൺ ഇങ്ങനെ സഞ്ചരിക്കുന്നതിരെ, ജാമണ് അതിങ്ങനെ സഞ്ചരിക്കുന്നതിരെ ഞാൻ എന്താക്കിற സത്യ പിടിക്കാനായിട്ട് എത്തിക്കിற അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലും. അങ്ങനെ ഈ 4 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സത്യ പിടിച്ചാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, ഹൽ ഫീ ദാലിക, അതിലുണ്ടാ, ഖസമുൻ, പ്രമാണമുണ്ടാ, അല്ലെങ്കിൽ സത്യ പിടിക്കുന്നതിരെ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടാ ആർക്ക്, ലിദി ഹിജർ, ഹിജർ ചെന്നെങ്കിൽ ബുദ്ധിയുള്ളങ്ക്, യുക്തിയുള്ളങ്ക്, തലൽ ബുദ്ധിയുള്ളങ്ക് ഈ സത്യ പിടിക്കുന്നതിൽ എന്തേ ഒരു ഹക്കുണ്ടാ, എന്തേ ഒരു പ്രമാണം അങ്കുണ്ടാ അങ്ങ് മനസ്സിലാക്കാറാ ചൊന്തയിട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു തആല 5-ാമത്തെ ആയത്തിൽ ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ കേൾക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധ്യം. അപ്പോൾ ഇവിടെ ഈ 5 ആയത്തിൽ നാം മനസ്സിലാക്കുള്ള വിഷയം എന്തേ, ഒന്നാമത്തേത് സൂറത്തുൽ ഫജറിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലുകൊണ്ടേ മരണത്തിൽ പിന്നെ ഒരു ജീവനത്തെ വിഷയിട്ടിക്കും. മനുഷ്യന്മാർ മരിച്ചാൽ പിന്നെ ആ മരിച്ചിട്ട് എന്താക്കാറ്, അങ്ങ് എഞ്ചു പണ്ടാർ, പരലോകത്ത് എഞ്ചു പണ്ടാർ, അങ്ങ് നരകത്ത് നോക്കിടാറ്. അപ്പോൾ നരകത്തെ നോക്കുമ്പോഴത്തേക്കു തപ്പാക്കി അങ്ങ് ജീവനത്തിൽ ബെടക്കാക്കി അങ്ങ് ഖേദിക്കാറ്. അതേപോലെ നല്ലതാക്കി അങ്ങ് നല്ല സന്തോല വാർത്തിക്ക് ഈ ഒരു വിഷയത്തിക്ക് ഈ സൂറത്തിൽ ചൊല്ലുകൊണ്ടു. അപ്പോൾ ഇതിൽ ചൊല്ലുകൊണ്ടേക്ക് മുന്നോട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്താക്കറ്, കൊറിയ വിഷയത്തെ അള്ളാഹു എന്താക്കറ സത്യ പിടിക്കുക. അതായത് ഞങ്ങൾ കണ്ണുർ എതിർಲು കാണ്ടതായി ചില വിഷയത്തെ അള്ളാഹു സത്യ പിടിച്ചിട്ട് തിക്കർ എന്താക്കറേ ആ വിഷയ ഞങ്ങൾക്ക് ചൊന്തണ്ടേ. അപ്പോൾ അതിൽ ഒന്നാമത്തേത് എന്തിനാ, ഞങ്ങളെ കണ്ണ് കാണ്ടത് ഫജർ ടൈം ആയിട്ടിക്കർ അല്ലേ, ഫജർ ടൈം. ആ ഫജർ ടൈം വിഷയത്തിൽ നിങ്ങൾ ആലോചനാക്കി നോക്കിയെങ്കിൽ പരലോകത്തെ വിഷയം അത് യാഥാർത്ഥ്യം ചൊല്ലത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യവും. അതായിട്ട് അള്ളാഹു ചൊല്ലു വൽ ഫജർ, ഫജറിലെ ആ ഒരു ടൈം സത്യ ടിക്കർ അല്ലേ. ഫജർ ടൈം ചൊല്ലുമ്പോൾ ജാവുകുല്ലെ ആ ഒരു സ്ഥിതി അല്ല, പ്രഭാതത്തെ ആ ഒരു ടൈം എത്രമാ ചേഞ്ചസ് ജാവുള്ളത്. പിന്നെ അതിങ്ങനെ സഞ്ചരിച്ചിട്ട് പിന്നെ പോലാകുമ്പോഴത്തേക്ക് ഫജറാകുമ്പോഴത്തേക്കു എത്രമാ ചേഞ്ചസ് അവിടെ സംഭവിക്കരുത് അല്ലേ. അതിൽ ഒരു ഉദാഹരണം എത്തിക്കറങ്ങ, മർച്ച പോലെ കിടന്നിട്ടിന്നങ്ങ, മർച്ച പോലെ വറങ്ങിത്തിക്കറ ജാവു. പിന്നെ ആ ഫജർ ടൈമിಗೆ എന്താക്കറ, ഞങ്ങൾക്ക് ജീമബണ്ട് ഞങ്ങൾ എണിക്കറ അല്ലേ. അതേപോലെ നിശബ്ദമായി ആ ഒരു ജാവു ഫജറായി പിന്നെന്താ ഒരു ശബ്ദമെല്ല സ്റ്റാർട്ടാവും. ഓരോരുത്തിങ്ങനെ എഞ്ചു ബണ്ട്, ഓരോരുത്തിങ്ങനെ പൽക്ക ಬರ್ರಿ. അതേപോലെ ಎಂದರೆ പക്ഷി, ഗിലി, അതേപോലെ സ്പാരോ, ഇതെല്ല ഓരോരു പക്ഷിങ്ങനെ പുറത്ത് ಬಂಡೆ കാക്ക ಬಂತು ಬೊಬ್ಬಿಡ್ರು. അപ്പോൾ ഇങ്ങനെ നിശബ്ദമായത് എന്താവും, പിന്നെ ശബ്ദ സ്റ്റാർട്ടാവും. അതേപോലെ നിശ്ചലമായിട്ടിക്കറ് ജാവ് ചൊല്ലുന്നത് എന്തും ഒരു മൗന പോലെ നിശ്ചലമായത് ആ ഫജറാവോട് കൂടിയിട്ട് എന്താവും എല്ലാം ചലന സ്റ്റാർട്ടാവും, മൂവിങ് ആവും സ്റ്റാർട്ടാവും. അപ്പോൾ ഇത് ഒരു എന്തൊരു ഞങ്ങൾ ജീവന ചൊല്ലുന്നത് ഞങ്ങൾ മറിച്ചൽ പിന്നെ ಏನೊರು യാഥാർത്ഥ്യം ഉണ്ട് ചൊല്ലത് ഒരു ഉദാഹരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഫജറിൻ്റെ ടൈമിൽ എന്താക്കറ സത്യ പിടിച്ച് ചൊല്ലറ ചൊന്ത തിക്കർ ഉലമാക്കന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണും. അതേപോലെ പിന്നെ അള്ളാഹു രണ്ടാമത്തേത് സത്യ പിടിக்கிற വലയാലിന് ആശർ 10 നാൾ സത്യ ടിക്കർ. അപ്പോൾ ഈ 10 നാൾ ഏത് ചൊല്ലുற വിഷയത്തിൽ ഉലമാക്കന്മാരുടെ ഇഖ്തിലാഫ് ഉണ്ട്. കുറേ ഉലമാക്കന്മാർ ചൊല്ലുற അത് മുഹറം തിങ്കളോ ഒന്നാമത്തെ 10 നാളുണ്ട് തിക്കർ. പിന്നെ കുറേ ഉലമാക്കന്മാർ ചൊല്ലുറ റമലാൻ തിങ്കളോ ലാസ്റ്റ് 10 നാൾ ടിക്കർ. ആയെങ്ക യാറത്തെ ഉലമാക്കന്മാർ ജുംഹൂറായ അഭിപ്രായ അത് ദുൽഹിജ്ജ തിങ്കളുടെ ഒന്നാമത്തെ 10 തിക്കർ ഈ വലയാലിന് അഷറ് കൊണ്ട് ഉദ്ദേശിക്കരേ. അപ്പോൾ ദുൽഹിജ്ജ തിങ്കളുടെ ഒന്നാമത്തെ 10 അത് യാറെ ശ്രേഷ്ഠമായ നാളും അതേപോലെ അറബിരങ്ങളെ നോട്ടിൽ അറിയപ്പെട്ട ഒരു നാളിട്ടിക്കർ. ജാഹിലിയ കാലഘട്ടത്തിലെ ഈ ദുൽഹിജ്ജ തിങ്കളുടെ ഒന്നാമത്തെ 10 അത് അറിയപ്പെട്ട നാളിട്ടിക്കർ. അത് കഴിത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു തആല ആ നാളെ എന്താക്കറേ സത്യ പിടിച്ചു ചൊല്ലർ അല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഒരു ഹദീസിൽ ಅದರ ಶ್ರೇಷ್ಠತೆ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലർ എന്തൊരു ഒരു അമലും ഇല്ല അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടത് ഈ നാളിൽ ആക്രെ അമൽ റക്കാന യാറെ ഇഷ്ടായത്
ಬೇರೆ ஒரு அமலும் இல்லைன்ற திக்கரு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொன்னது. அப்போ சஹாபிரன் கேட்குறாரு அவட ஒலல் ஜிஹாது ஃபீ சபீலில்ல, அல்லாஹ்வுடைய மார்க்கத்தில் ஜிஹாத் ஆக்குறது சமயத்த அது ஈன அல்லாஹ்க்குற அமல்றக்கான செரியமா? அப்போ நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்கிறதே ஒலல் ஜிஹாது ஃபீ சபீலில்ல, அல்லாஹ்வுடைய மார்க்கத்தில் ஜிஹாத் ஆக்குறது சமயத்த துல்ஹிஜ்ஜ ತಿಂಗಳ ஒன்னாமത്തെ 10 ஆக்குற அமல்றக்கான செரிய இட்டிக்குரு. ಮಾತ್ರ ஒரு ಎಕ್ಸೆಪ್ಷನ್ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ರು, ಒರಾಲೆ ಬಿಟ್ಟುಟ್ಟು ಎಂಗಂತಾಳು ಅವನು ಅವನಡೆ ಸಂಪತ್ತು ಅವನಡೆ ತಡಿರಂ ಅವನಿಂದಾಕ್ರ ಅಲ್ಲಾವ್ರ ಮಾರ್ಗത്തിൽ ಜಿಹಾದಾಕು ಕರ್ತಕೊಂಡ ಮಾತ್ರ ಅವನು ರಿಟರ್ನ್ ಬಂಡ್ಲೆ ಅವನೋಡೆ ಮಿ ಶಹೀದ್ ಅವರ ಅವನಡೆ ಬಿಟ್ಟುಟ್ಟು ಬೇರೆ ഏതൊരു അമലും ഈ ദുൽഹിജ്ജ തിങ്കളറെ ഒന്നാമത്തെ 10 ആക്കറെ അമൽറക്കാണ് ചെറിയ ഇട്ടിക്കറ്. ആ 4 ആക്കറെ അമൽ ഇട്ടിക്കറ് എല്ലാത്തൻ്റെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടത് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്றது കാണ്ട്. അപ്പോൾ അത് കേട്ടിക്കർ അള്ളാഹു സ്പെഷ്യലി ആയിട്ട് ആ നാളുടെ സത്യം പിടിച്ചിട്ട് ചൊല്றது നമുക്ക് കൂടെ മനസ്സിലാക്കാൻ സാധ്യമാണ്. അതേപോലെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തേത് സത്യം പിടിക്കുക വശഫ്ഇ വൽ വത്ർ, ബെസസംഖ്യം ഈവൻസ്, അതേപോലെ ഓഡ് നമ്പർ ബെസസംഖ്യം സമസംഖ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവവർഗത്തെയും എന്താക്കിയ ഒന്നാ ബെസസംഖ്യൽ ഇല്ലെങ്കിൽ അല്ലെ ഇരട്ട ജോഡിയായിട്ട് ഇല്ലെങ്കിൽ സിംഗിളായിട്ട് അങ്ങനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയ എല്ലാ ക്രിയേഷൻ്റെ എല്ലാ സിസ്റ്ററെ അള്ളാഹു ഉണ്ടാക്കിയത്. അപ്പോൾ അതിലെല്ലാത്തെയും അള്ളാഹു വർക്കൽ എന്താക്കരുത് സത്യം പിടിക്കരുതായിട്ടിക്കറ് നമുക്ക് കൂടെ കാണ്ടി. അതേപോലെ വല്ലൈലി ഇദാ യസർ, ജാമൻ ഇങ്ങനെ സഞ്ചരിച്ച് പണ്ടത് ഇങ്ങനെ നടന്നു പോണ്ടത് അതിലല്ലാഹു എന്താക്കറ സത്യം പിടിക്കറ. അപ്പോൾ ഈ എല്ലാത്തെ സത്യം പിടിച്ചിട്ട് പിന്നെ ഇട്ടിക്കറ അല്ലാഹു കേൾക്കറ ഇതിൽ ബുദ്ധിയുള്ളങ്ക് എന്നേ ഒരു കാര്യം ഉണ്ടാ, എന്നേ ഒരു പ്രമാണം എടുക്കറാറാ, എന്തേ ഒന്ന് അതെ ഈ ബുദ്ധിയുള്ളങ്ക് ഇതിൽ യാഥാർത്ഥ്യ പിടിയുണ്ടാ ചൊന്തല്ലേ ആ ഒരു ക്വസ്റ്റനിൽ എത്തിക്കറ്. പിന്നെ ബാക്കിയുള്ള വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ് പൽക്ക പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആൻ്റെ വിഷയത്തിൽ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുകയും അതനുസരിച്ച് അമലാക്കുകയും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.